പിണറായി ഗവൺമെന്റ് തന്നെയാണ് ആക്കിയത്. അദ്ദേഹത്തിന് അഡീഷണൽ ചാർജാണ് രാജ്ഭവൻ കൊടുത്തത്. അപ്പൊ ഈ മോഹനൻ കുന്നുമ്മൽ എന്ന് പറയുന്ന വൈസ് ചാൻസലർക്കെതിരായി സമരം ചെയ്യുമ്പോൾ ആ വൈസ് ചാൻസലർ ഇപ്പോൾ സംഘപരിവാറാണ് എന്നാണ് SFIയും CPM ആക്ഷേപിക്കുന്നത്. സംഘപരിവാറുകാരനാണ് വൈസ് ചാൻസലർ എങ്കിൽ അദ്ദേഹത്തെ ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആക്കിയത് ആരാണ്? പിണറായി സർക്കാരാണ് ആക്കിയത്. അപ്പൊ അദ്ദേഹം പരിശോധിച്ചില്ലേ സംഘപരിവാറുകാരനാണ് സംഘിയാണ് എന്ന് പരിശോധിച്ചില്ലേ? അപ്പൊ ഇവര് തന്നെയാണ് കുഴപ്പത്തിന്. കിം പരീക്ഷയുടെ ഫലം എന്താണ് സ്ഥിതി? സർക്കാർ ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അവസാന ഘട്ടത്തിൽ പ്രോസ്പെക്ടസ് തിരുത്തി എത്രയോ കുട്ടികളുടെ ഭാവിയാണ് അനിശ്ചിതത്വത്തിലായത്. എന്തൊരു സംഘർഷമാണ്! എത്രയോ കുടുംബങ്ങളിലാണ് ആളുകൾക്കെല്ലാം മാനസികമായ സംഘർഷം, കുട്ടികൾക്കും. എന്നിട്ടും ഇപ്പോഴും ന്യായീകരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഒരു റിപ്പോർട്ടും ഇല്ല. ഇങ്ങനെ ഈ പ്രോസ്പെക്ടസിൽ ഭേദഗതി വരുത്തരുത് എന്നാണ് അന്വേഷണ റിപ്പോർട്ട് കൊടുത്തിരുന്നത്. എന്നിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഭേദഗതി വരുത്തിയത്? ഭേദഗതി വരുത്തി ആ കിം പരീക്ഷാ ഫലത്തെ മുഴുവൻ അട്ടിമറിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കൂടി ഇവർ കുളമാക്കി മാറ്റി. കേരളത്തിലെ നമ്മൾ അഭിമാനത്തോടു കൂടി ഉയർത്തിപ്പിടിച്ചിരുന്ന ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളെയാണ് ഇവർ തകർത്തിരിക്കുന്നത്. അത് ചോദിച്ചപ്പോഴാണ് എന്തിനാണ് SFI യൂണിവേഴ്സിറ്റികളിലേക്ക് ഈ സമരാഭാസം നടത്തുന്നത്? നിങ്ങൾ രാജ്ഭവനെതിരെയും ഗവർണർക്കെതിരെയാണെങ്കിൽ രാജ്ഭവനിൽ പോയി സമരം നടത്ത്. യൂണിവേഴ്സിറ്റിയിൽ ജോലിയെടുക്കുന്ന അധ്യാപകരെ എന്തിനാണ് നിങ്ങൾ തല്ലിയത്? ക്രിമിനലുകൾ. എന്തിനാണ് അവിടെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വന്ന പിള്ളേരെ തല്ലിയത്? എന്തിനാണ്? ഗവർണർക്കെതിരായിട്ടുള്ള സമരമാണെങ്കിൽ വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും മർദ്ദിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അവ എന്ത് സമരമാണ്? ആരോഗ്യ രംഗത്ത് നടക്കുന്ന സമരത്തിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് SFIക്കാരെ കൊണ്ട് ചുടിചോറ് മാന്തിക്കുകയാണ് CPM നേതൃത്വം. ആരോഗ്യ രംഗത്തെ സമരം ഒന്നും അവസാനിക്കില്ല. കാരണം അത് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു സമരമാണ്, വളരെ പ്രധാനപ്പെട്ട സമരമാണ്. എന്നിട്ട് പുതിയൊരു ക്യാപ്സൂൾ ഇറക്കിയിരിക്കുകയാണ് അതിന് സമരത്തിന്. അത് VD സതീശൻ RSSന്റെ ഏജന്റാണ്. ആ ക്യാപ്സൂൾ കയ്യിൽ വെച്ചാൽ മതി, അത് കേരളത്തിൽ ഓടൂല. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ആ ക്യാപ്സൂൾ ഇറക്കി ഒരു മറുപടി കൊടുക്കണം. 1977 RSS പിന്തുണയോടുകൂടി ജയിച്ചു വന്ന MLA ആയി ജയിച്ചു വന്ന ആളല്ലേ ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ? മുഖ്യമന്ത്രിയായി കുറെ നാൾ കഴിഞ്ഞപ്പോൾ സ്വന്തം കാറിൽ പോവാതെ വേറെ കാറിൽ പോയി മസ്കറ്റിൽ വെച്ച് കേരളത്തിലെ RSS നേതാക്കളുമായി ചർച്ച നടത്തി ഒത്തുതീർപ്പിലാക്കാൻ നേതൃത്വം കൊടുത്ത ആളല്ലേ പിണറായി വിജയൻ? ആരാ RSSന്റെ ഏജന്റ്? ആരാ RSSന്റെ ഏജന്റ്? ഈ നമ്മുടെ നാഗ്പൂരിലെ പ്രതിനിധാനം ചെയ്യുന്ന മന്ത്രി നിതിൻ ഗഡ്കരിക്ക് സമ്മാനപ്പെട്ടിയും പൊന്നാടയുമായി പോയത് ആരാ? ഏത് RSSന്റെ ഏജന്റാ അവിടെ പോയത്? ആരാ പോയത്? BJPയുമായി അവിശുദ്ധ ബാന്ധവത്തിന് നേതൃത്വം കൊടുക്കുന്ന CPM നേതാവ് ആരാ? ഇതെല്ലാമാണ് RSSന്റെ ഏജന്റുമാർ. അവരാണ് ഇതേ പണി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഞാൻ എന്തായാലും ഗവർണറെ വിളിച്ച് നിർമ്മലാ സീതാരാമനെ വിളിച്ച് ഒരുമിച്ച് പുട്ടും കടലും കഴിക്കാൻ പോയ ആളല്ല. ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ വിളിച്ച് നിർമ്മലാ സീതാരാമന്റെ കൂടെ പുട്ടും കടലും കഴിക്കുന്ന കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നില്ല. അതാരായിരുന്നു? ആ RSSന്റെ ഏജന്റ്. അപ്പൊ ക്യാപ്സ്യൂൾ ഇറക്കിയവരോട് അത് പോയി ഒന്ന് ചോദിച്ചാൽ മതി. കുട്ടികൾ നിങ്ങളെ കൊണ്ട് ചുടിചോറ് മാന്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കുട്ടികളെ കൊണ്ട്. എന്നിട്ട് പോലീസ് നോക്കിയിരിക്കുകയാണ്. അല്ലല്ല, അത് പറഞ്ഞോണ്ട് തന്നെ അത് അവര് പറഞ്ഞ ആവൂലല്ലോ. ഏറ്റവും യോജിച്ച പേര് അത് പിണറായി വിജയനാണ്. അതാണല്ലോ ഞാൻ 5 കാര്യം പറഞ്ഞത്. മസ്കറ്റിൽ ഞാൻ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു, മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നിങ്ങൾ കേരളത്തിലെ RSS നേതാക്കളുമായി ചർച്ച നടത്തിയില്ലേ? തല കുനിച്ച് താഴേക്ക് നോക്കിയിരുന്നു, മറുപടി പറഞ്ഞില്ല. എല്ലാത്തിനും മറുപടി പറയുന്ന ആളല്ലേ മുഖ്യമന്ത്രി? പറഞ്ഞില്ലല്ലോ. എന്താ പറയായിരുന്നത്? 77 RSSന്റെ പിന്തുണയോടുകൂടിയല്ലേ ജയിച്ചു വന്നത് നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്താണ് നിതിൻ ഗഡ്കരിയുമായിട്ടുള്ള ബന്ധം പിണറായി വിജയന്? RSS ആസ്ഥാനത്തിന്റെ പ്രതിനിധിയാണ് നിതിൻ ഗഡ്കരി. സംഘപരിവാറുമായിട്ടുള്ള പിണറായി വിജയന്റെയും കേരളത്തിലെ CPMന്റെയും ഇടനിലക്കാരനാണ് നിതിൻ ഗഡ്കരി. എന്തിനാണ് ഈ നിർമ്മലാ സീതാരാമനുമായി പ്രഭാത ഭക്ഷണത്തിന്
ഈ ഗവർണർ രാജേന്ദ്ര RSSകാരനാണല്ലോ, അറിയാലോ RSSകാരനാണെന്ന്. നേരത്തെ RSSകാരനായ രാജേന്ദ്ര അർലേക്കറെ എന്തിനാണ് ക്ഷണിച്ചത്? RSSകാർ വന്ന് ഇവിടെ പ്രസംഗിച്ച് മുൻ പ്രധാനമന്ത്രിമാരെ രാജ്ഭവനിൽ അധിക്ഷേപിച്ചപ്പോ ഞങ്ങളല്ലേ എതിർത്ത്? അന്ന് മിണ്ടിയില്ലല്ലോ പിണറായി വിജയൻ. അത് ഞങ്ങൾ പറഞ്ഞില്ലേ രാജ്ഭവനെ നിങ്ങളുടെ പ്രതിഷേധം അറിയിക്കണം, ചെയ്തില്ല. അപ്പൊ കേരളം മുഴുവൻ ഭരണം കൊണ്ട് സാമ്പത്തിക രംഗം തകർന്നു തരിപ്പണമായി, ആരോഗ്യരംഗം വെന്റിലേറ്ററിലായി, വിദ്യാഭ്യാസ രംഗം കുളമായി, മലയോരത്ത് വന്യജീവി ശല്യം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്നു, തീരപ്രദേശത്ത് ജനങ്ങൾ വറുതിയിലാണ്. കേരളം മുഴുവൻ ലഹരി മാഫിയയുടെ കൈകളിലാണ്. ഇതാണ് ഭരണത്തിന്റെ ബാക്കി പത്രം. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമര ആഭാസങ്ങൾ നടത്തുന്നത്. അത് ജനങ്ങൾ തിരിച്ചറിയും. മറ്റൊരു വിഷയത്തിലാണ് വണ്ടൂരിൽ CPMന്റെ നേതൃത്വത്തിൽ മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർ പി ദാവൂദിന്റെ കൈവെട്ടും എന്ന് പറഞ്ഞ് വലിയ പ്രതിഷേധം. ഞാനതാണ് ഈ CPM എങ്ങോട്ടാണ് പോകുന്നത്? ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മീഡിയ വണ്ണിന്റെ മാനേജിംഗ് എഡിറ്റർ ശ്രീ ദാവൂദിന്റെ കൈ വെട്ടിക്കളയും CPMനോട് കളിച്ചാൽ എന്ന് പറഞ്ഞ് പ്രകടനം നടത്തുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിലെ പോലീസിനും ധൈര്യമുണ്ടോ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ? നിങ്ങളറിയണം, മാധ്യമപ്രവർത്തകർ, ഈ മൈക്കുമായി നിൽക്കുന്ന നിങ്ങളറിയണം, ഒരു മാധ്യമപ്രവർത്തകന്റെ കൈവെട്ടും എന്ന് പറഞ്ഞ് ഇത് ഡൽഹിയല്ല, കേരളമാണ്. ഇവിടെ സമരം നടത്തിയിരിക്കുകയാണ് CPM. അതിന് കൊട പിടിച്ചു കൊടുക്കുകയാണ് CPM നേതൃത്വം. ഒരു മാധ്യമപ്രവർത്തകന്റെ കൈവെട്ടും എന്ന് പറഞ്ഞത്, ആ കൈവെട്ടും എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു കൊടുത്തവരെ, നേതൃത്വം കൊടുത്തവരെ ജയിലിലടയ്ക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറുണ്ടോ? പിന്നെന്താ? നരേന്ദ്രമോദിയുടെ സംഘപരിവാർ സർക്കാരും പിണറായി വിജയന്റെ ഈ സർക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇത് ഡൽഹിയിലായിരുന്നെങ്കിൽ ഇവിടെ പ്രകടനം നടത്തിയേനെ CPM, അല്ലേ? ഇവിടെ പ്രകടനം നടത്തിയേനെ. ഡൽഹിയിൽ സംഘപരിവാറാണ് ഇത് നടത്തിയെങ്കിൽ ഇവിടെ പ്രകടനം നടത്തിയേനെ CPMകാർ. ഇവിടെ സംഘപരിവാറിന്റെ അതേ തോണിയിലാണ് ഇവർ യാത്ര ചെയ്യുന്നത്. ഇവർക്ക് സമരം ചെയ്യുന്നത് ഇഷ്ടമല്ല, അവർക്കെതിരായി വാർത്തകൾ എഴുതുന്നത് ഇഷ്ടമല്ല. അവർക്കെതിരായി ഒരു വാർത്തയും പറയാൻ പാടില്ല. പറഞ്ഞാൽ കൈവെട്ടും, കാലുവെട്ടും, വീട്ടിൽ കൊണ്ടുപോയി റീത്ത് വയ്ക്കും, വെള്ളം ഇരിപ്പിച്ച് കിടത്തും, എന്തൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുക. പത്രപ്രവർത്തകരെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, CPMകാരെ, ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല, ഇത് കേരളമാണ്, ജനാധിപത്യ കേരളം. കഴിഞ്ഞ ദിവസം മന്ത്രിമാര് ഭീഷണിപ്പെടുത്തി, മന്ത്രിമാർക്കെതിരായി സമരം ചെയ്താൽ പ്രതിപക്ഷ നേതാക്കന്മാർ റോഡിലിറങ്ങി നടക്കില്ല. നീ കൈവെട്ടും കാലുവെട്ടും എന്ന് പറഞ്ഞ് ഞങ്ങൾക്കെതിരെയും പ്രകടനം നടത്ത്. ഞങ്ങൾ പേടിച്ച് വീട്ടിൽ കയറിയിരിക്കുകയാണെന്ന് പറഞ്ഞേ, പുറത്തിറങ്ങാതെ. ഇവരെ പേടിച്ചിട്ട് ഇവരെ ഒരാൾക്കും പേടിയില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ എഴുതി വെച്ചോ. ബംഗാളിൽ ഇതുപോലെയായിരുന്നു. അവസാന വർഷം, അവസാനത്തിന്റെ ആരംഭം. കേരളത്തിലെ CPM ഭരണത്തിന്റെ അവസാനത്തെ ആരംഭം. ആദ്യത്തെ മുഖ്യമന്ത്രി കേരളത്തിലെ EMS, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. അവസാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് ചരിത്രത്തിൽ എഴുതി വെച്ചിട്ട് അദ്ദേഹം പോവുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അണികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശശി തരൂർ പങ്കുവച്ച സർവേയുടെ വിശ്വാസ്യത വലിയ തോതിൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. സംശയത്തിന്റെ മേലിലാണ്. കാരണം അദ്ദേഹത്തിന്റെ വെബ്സൈറ്റിന്റെ രജിസ്ട്രാറും ഈ സർവേ നടത്തിയപ്പോൾ ഒരാളാണെന്നൊക്കെയാണ് പുറത്തു വരുന്നത്. നോ കമന്റ്സ്. എനിക്ക് ഒരു അഭിപ്രായം അതിൻ്റെ അകത്ത് പറയാനില്ല. നോ കമന്റ്സ്. ആ പാവങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണ്ടേ ഗവൺമെന്റ്? പാവങ്ങളുടെ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്ക് സർക്കാർ. ഇതുവരെ കൊടുത്തിട്ടില്ല പൈസ. ഈ വന്യജീവി ആക്രമണത്തിലൊക്കെ പലർക്കും പൈസ കൊടുത്തിട്ടില്ല. നിങ്ങളിതിപ്പോൾ ഒരു വർഷം പൂർത്തിയാക്കാൻ പോവാണ്. വയനാട്ടിൽ 742 കോടി രൂപ ബാങ്കിലിട്ടിരിക്കുകയാണ്. വാടക കൊടുക്കുന്നില്ല. രോഗത്തിന് ചികിത്സയ്ക്ക് പൈസ കൊടുക്കുന്നില്ല. പിള്ളേർക്ക് പഠിക്കാൻ സഹായിക്കുന്നില്ല. 742 കോടി രൂപ ബാങ്കിലിട്ടിട്ട് ഒരു വർഷം പൂർത്തിയാക്കുകയാണ് വയനാട്ടിൽ. ഒന്നും ചെയ്യുന്നില്ല. ഇതാണ് സർക്കാർ. ഞാൻ പറയല്ലോ, സർക്കാരില്ലായ്മ.